ഗൈസ് അങ്ങനെ ഡേ 2 ആൻഡ് വ്ളോഗ് 2 ഗൈസ്. ഇന്ന് രണ്ടാമത്തെ വ്ളോഗ് നമ്മൾ എടുക്കുകയാണ്. അപ്പം ഞാൻ ഇന്നൊരു വർക്ക് ട്രാവലാണ് ഗൈസ്. കുറച്ച് വലിയ വർക്ക് ട്രാവലാണ്, ഒരു 5 ദിവസം വരെ വരുന്ന ഒരു വർക്ക് ട്രാവലാണ്. സോ ഞാൻ വിചാരിച്ചു ഗൈസ് വ്ളോഗൊക്കെ എടുക്കാം. ഞാനിങ്ങനെ ഊക്ക് കേട്ടോണ്ടിരിക്കുകയാണ് പലരുടെ കയ്യിൽ നിന്ന്. നാളെ തന്നെ വരത്തില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരും കേട്ടോ. അപ്പം ഓക്കെ ഗൈസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞെടുത്തത് ഊക്ക്. ഇവിടെ പലരും എന്നെ ഊക്കുന്നുണ്ടായിരുന്നു ഗൈസ്, ഞാൻ വ്ളോഗ് ഇടത്തില്ലെന്ന്. ഇത് വരും. എന്ത് ഞാൻ ഉത്സവത്തിന്റെ വ്ളോഗ് ഇട്ടല്ലേ? കഴിഞ്ഞ ഉത്സവത്തിന് ഇട്ടായിരുന്നില്ല, കഴിഞ്ഞ ഉത്സവത്തിന് ഇട്ടതിന് ശേഷമാണ് മമ്മിക്ക് പനിയാ ഗൈസ്. കഴിഞ്ഞ ഉത്സവത്തിന് വ്ളോഗ് ഇട്ടായിരുന്നു. ഈ ഉത്സവത്തിന് ഞാൻ വ്ളോഗ് ഇട്ടിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാൻ വീണ്ടും വ്ളോഗ് എടുക്കുന്നു. അതായത് ഞാൻ നല്ല കുട്ടിയായെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ന് സമയം ഇപ്പം ഉച്ചയ്ക്ക് 3:30 ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ തിരിക്കാൻ പോവാണ്. നമ്മൾ നേരെ പോകുന്നത് പെരിന്തൽമണ്ണയിലോട്ടാണ്. എവിടെയാണ് അടു? മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ പോവുക. അവിടെ നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. എല്ലായിടത്തും ഹായ് പറ. വരണ്ട കേട്ടോ. ആണോ? നോക്കട്ടെ, ഇതിന് കമൻറ്റ് വരുമോ നോക്കട്ടെ. അങ്ങനെ പാത്തുവിനെ ഞാൻ മലപ്പുറം കൊണ്ടുപോകാം കേട്ടോ. അടിക്കണേ. അപ്പോൾ ഗൈസ് ഏറ്റവും മേജർ സാധനം നമ്മുടെ മണി ബോക്സ് എടുത്തില്ല. മണി ബോക്സ് ഇതാണ്. അപ്പോൾ ഇപ്രാവശ്യം മലപ്പുറമൊക്കെ വരുന്നത് തന്നെ മണി ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡോൾസിംഗ് ബാ എടുക്കാം. റെഡി 3 2 കയ്യിൽ മൊത്തം ബിസ്ക്കറ്റാണ് ഗൈസ്. അപ്പോൾ 500 200 ആയിട്ടാണ് നിങ്ങളെ കാണാൻ വരുന്നത്. മലപ്പുറം, പെരിന്തൽമണ്ണ, അങ്ങാടി, അങ്ങനെ വടകര, പിന്നെ കോഴിക്കോട് ബീച്ച്, രാമനാട്ടുകര, മെഡിക്കൽ കോളേജ്, തൊണ്ടോട്ടി തുടങ്ങിയ എല്ലായിടത്തും ഞാൻ വരുന്നുണ്ട്. നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയാണ് ഇതുകൊണ്ട് വരുന്നത്. അപ്പം എല്ലാം പാക്ക് ചെയ്താ ഗൈസ്. ഡോൾസ് വീടൊക്കെ അലങ്കോലായി കിടക്കുന്നുണ്ട്. ഡോൾസ് ഇങ്ങോട്ട് പോന്ന് പറയാണ് ഗൈസ്. എൻ്റെ ഷൂ ഭയങ്കര അഴുക്കും. ഓക്കെ, എൻ്റെ ഷൂ ക്ലീൻ ആക്കുന്ന സാധനം വൈശാഖ് എടുത്തുകൊണ്ട് പോയി ഗൈസ്. ഇന്ന് രാത്രിയിൽ നമുക്ക് റൂം എടുക്കണം. ഇനി പെരിന്തൽമണ്ണ പോയിട്ട് സാധാരണ നമ്മൾ വൈകിട്ടാണ് പോകുന്നത്. പക്ഷെ ഇപ്രാവശ്യം വൈകിട്ട് പോയിട്ട് വഴി കിടന്ന് ഉറങ്ങാൻ വയ്യ ഗൈസ്. അല്ലെങ്കിൽ കാറ് റോഡിലിട്ട് കിടന്ന് ഉറങ്ങും ഗൈസ് ഞങ്ങൾ, കാരണം ഉറക്കം വന്നിട്ട്. ഗൈസ് അർഫാനെ ഇല്ല ടൂറ് പോണ പോലെയാണ് ഗൈസ് വന്നിരിക്കണേ. ഒരു സാധനം മിസ് ചെയ്തിട്ടില്ല കേട്ടോ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രഷ് എടുത്ത് ഉത്തരവാദിത്തപ്പെട്ട എൻ്റെ PR-ൻ്റെ ചോദ്യങ്ങളൊക്കെ കേട്ടോ ഗൈസ്. നിങ്ങൾ എന്തെങ്കിലും എടുക്കാനുണ്ടോ? കമ്പനി ഫോൺ, കമ്പനി ബാഗ് എല്ലാം എടുത്തല്ലോ. ഷൂ 2 പേർ മതിയല്ലോ എനിക്ക്, പോരെ? 2 പേർ മതി. ചെരുപ്പ് പൂരടി ഗൈസ്. ഇവളെൻ്റെ ചെരുപ്പ് എടുത്തിട്ടേക്കണ ഗൈസ്. ചെരുപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഒതുക്കിയാ ഗൈസ്. എന്തൊരു ചൂടാണ് ഗൈസ്. ഇപ്പം ചൂട് സഹിക്കാൻ വയ്യ. അപ്പോൾ ഇവനും കഴുത്തി വെക്കുന്ന സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ, ബുദ്ധിമാൻ. അയ്യോ എന്തിവിടെ സംഭവിച്ചേ? ചെറിയൊരു ആക്സിഡന്റ്. ഇല്ല പാത്തുവിൻ്റെ ഹെൽമെറ്റ് ഇങ്ങനെ പുറത്ത് വെക്കരുത് കേട്ടോ ഗൈസ്. കൊച്ചു കുട്ടികളുടെ ഹെൽമെറ്റും വലിയവരുടെ ഹെൽമെറ്റും ഒന്നും പുറത്ത് വെക്കരുത്. പട്ടിയല്ല, മൊത്തം പാമ്പിന്റെ ശല്യമാണ് ഗൈസ്. അത് പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോ കുപ്പി വെള്ളം കുടിക്കണ്ടേ? വേറെ എവിടെ കളയാൻ? പ്ലാസ്റ്റിക് പുറത്ത് റോട്ടി കളഞ്ഞൂടാ. ടാറ്റാ കേട്ടി ചുമ്മാ ക്രീം ബിസ്ക്കറ്റ് ആക്കല്ലേ. നല്ല മധുരം ഓറഞ്ചിന്റെ. അപ്പൊ പോയിട്ട് വരാം കേട്ടോ. കയറിക്കോ, അങ്ങോട്ട് കയറിക്കോ. വണ്ടി എടുക്കുമ്പം ടയറിൻ്റെ അടുത്ത് മാറ്റി നിർത്തണം. കുഞ്ഞുങ്ങളെല്ലാം മാറ്റി നിർത്തണം ഗൈസ്. ടാറ്റ. അപ്പോൾ അർഫാനെ പോടാ, ആസ് ഓൾവേസ്. അമ്മേ ചെറിയൊരു ആക്സിഡന്റ് ഗൈസ്. നീലക്കുപ്പിയാണോ പൊട്ടി? കേട്ടില്ല. കുഴപ്പമില്ല. പറ. ഓക്കെ സെറ്റ്, പോട്ടെ. കൊണ്ടുപോവാം. ബൈ, ലവ് യു ഗൈസ്, ലവ് യു. ഫ്ലൈങ് കിസ്. ഓക്കെ, വരാക്കളെ. സൂക്ഷിക്കണേ. സ്കൂട്ടറിൽ പോകുമ്പോൾ സൂക്ഷിക്കണേ. ഓക്കെ ബൈ. ആഹാരം കഴിക്കണം, വെള്ളം കുടിക്കണം. ഓക്കെ ബൈ ഗൈസ്. ചെറിയൊരു വിഷമം ഗൈസ്, എപ്പോഴും ഉള്ളേ. അങ്ങനെ നമ്മുടെ അടുത്ത വർക്ക് ട്രാവൽ. സത്യം പറഞ്ഞാൽ ഗൈസ്, ഞാൻ ഇപ്രാവശ്യം നേരത്തെ ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തതാണ്. ഈ സമയത്ത് ഇറങ്ങണമെന്ന് ഞാനായിട്ട് മുൻകൈ എടുത്തിട്ടാണ് നമ്മൾ 3:30 ഇപ്പോൾ ഇറങ്ങിയത്. 3 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. കാരണം
സാധാരണ 7 മണിക്കൊക്കെയാണ് നമ്മൾ കൊല്ലത്തുനിന്ന് തിരിക്കുന്നത് കാലിക്കറ്റൊക്കെ പോകുമ്പം. കാലിക്കറ്റൊക്കെ എത്തുമ്പോൾ ഗൈസ് രാവിലെ 5 മണി 5:30 ആവും. പോകുന്ന വഴിക്ക് ഉറക്കം വന്ന് തൂങ്ങി എവിടെയെങ്കിലും വണ്ടി ഇട്ട് ഉറക്കും ഗൈസ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നേരത്തെ ഇറങ്ങി ഗൈസ്. കാരണം എനിക്ക് ഇപ്രാവശ്യം വഴി കിടന്നുറങ്ങാനൊന്നും വയ്യ. നേരത്തെ അവിടെ ഒരു റൂം ബുക്ക് ചെയ്ത് നമ്മളവിടെ ചെന്ന് റെസ്റ്റ് ചെയ്ത് നാളെ രാവിലെ തൊട്ട് ഒരു ദിവസം ഒരു 2 മാക്സിമം 3 വീഡിയോ എടുക്കണം ഗൈസ്. അതാണ് പ്ലാൻ. അവനെ പിക്ക് ചെയ്തിട്ട് നേരെ മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് നമ്മുടെ സ്റ്റേ. ഇനി വേണം റൂമൊക്കെ നോക്കാൻ. എല്ലാം നിങ്ങൾക്ക് കാണാൻ ഗൈസ് ഈ വീഡിയോയിൽ. വൺസ് അഗൈൻ ഹായ് ടു അർഫാൻ. അർഫാനെ നീ അല്ലെങ്കിലും ഇനി ഫേമസ് ആവാൻ കിടക്കുന്നല്ലോ മുത്തേ. അർഫാന്റെ ആദ്യത്തെ കാലിക്കറ്റ് ട്രിപ്പാന്ന് തോന്നുന്നു അല്ലേ? ആണോ? ഇനിയാണ് ഗൈസ് അർഫാൻ എല്ലായിടത്തും പോകാൻ പോണത്. അതായത് എൻ്റെ കൂടെ എൻ്റെ PR ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി എൻ്റെ എല്ലാ യാത്രയിലും അർഫാനും കൂടെ കാണും. അവനാണ് എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ടത്. ഡീൽ ചെയ്യോടെ തന്നെ. നീ നിന്റെ ചെക്ക് ലിസ്റ്റ് ഒക്കെ ഇട്ടാ സെറ്റല്ലേ ഗൈസ്? അർഫാൻ്റെ ഉമ്മ ഒരു ബാഗ് നിറച്ച് സാധനമാണ് ഗൈസ് കൊടുത്തു വിട്ടേക്കണം. മുന്തിരിങ്ങ. ഞങ്ങൾ ആദ്യമായിട്ടാണ് വർക്ക് ട്രാവൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണേ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോകുമ്പോൾ അതൊന്നും കൊണ്ടുപോകാറില്ല. നീ കുഞ്ഞാവയാണെന്നാണ് നിനക്ക് ഇതൊക്കെ തന്നു വിട്ടേക്കുന്നത്. മോനോടുള്ള സ്നേഹം ഗൈസ്. എൻ്റെ അമ്മ അറിഞ്ഞിട്ട് പോലും ഇല്ല തോന്നുന്നു ഞാൻ കാലിക്കട്ട് പോകാൻ. അതെ അതെ. പക്ഷെ അത് നല്ല ശീലമല്ലേ? അങ്ങനെ കൊടുത്തു വിടട്ടെ, അതല്ല രസം. നമുക്ക് തിന്നാലോ ഗൈസ്. അങ്ങനെ സമയം പോണ പോക്കേ ഗൈസ്. ചൂട് ഒരു രക്ഷയില്ല ഗൈസ്. ചൂട് സഹിക്കാൻ വയ്യ ഗൈസ് എനിക്ക്. ആൻഡ് സോ നമ്മൾ പോകുന്നു. ഞാൻ അർഫാൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന്. യെസ്, പയ്യന്മാർക്കൊക്കെ ഭയങ്കര കഴിവാണ് കേട്ടോ. പയ്യന്മാരൊക്കെ എങ്ങനെയൊക്കെയാണ് ഗൈസ് വീഡിയോ ഇറക്കണേ. ഭയങ്കര കഴിവാണ് ഇപ്പോഴത്തെ പയ്യന്മാർക്ക്. കഴിവില്ലാത്തത് നമുക്കേ ഉള്ളൂ. നിനക്ക് കഴിവില്ലെങ്കിൽ നിന്നെ ഞാൻ എടുക്കൂടാ. നിനക്ക് കഴിവുണ്ടായതുകൊണ്ടാണ് നിന്നെ ഞാൻ എടുത്തത്. ആദ്യമായിട്ട് ആരോ കരയത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിത് കേൾക്കുന്നത്. ഇന്നേ വരെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് കഴിവുണ്ടെന്ന്. ഐഫോണിൻ്റെ ഫ്രണ്ട് ക്യാമിനൊക്കെ ഇത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്ന? ഇതെൻ്റെ ഫോണാണ് ഗൈസ്. ചെറുക്കൻ ഞാൻ ഡെത്ത് എടുത്തിരിക്കുന്നു ഈ 17 Pro Max. ആദ്യമായിട്ട് ഞാൻ കൂടിയ ഫോൺ ഉപയോഗിക്കുന്നത് വിഷ്ണുവാണെന്നാണ്. അതെ, ഞാൻ ഉപയോഗിച്ച് പഠിക്കുന്നത്. ആഗ്രഹം തീർന്ന S22 Ultra അല്ലേ? അത് മുതൽ S22 Ultra തൊട്ട് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്. എല്ലാം. എടാ പോടാ വാടാ പോവാം. നിക്കറിട്ട് എവിടെ പോണ്? പോകുന്ന വഴിക്ക് നമുക്ക് ഷൂട്ടുണ്ട്. ഇത് നിക്കറിട്ട് ഇറക്കേണ്ടി വരും റോഡില് ഗൈസ്. അങ്ങനെ സമയം എത്രയായി? സമയം ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 3 മണിക്ക് തിരിക്കണമെന്നായിരുന്നു ഗൈസ്. ഇപ്പൊ 3:45. ഇപ്പൊ ഇറങ്ങിയ പോലും 11:30 ആവും പെരിന്തൽമണ്ണ എത്താൻ. രാവിലെ രാത്രി ഗൈസ്. നമ്മള് എല്ലാരും കണ്ണാടി എടുത്ത് കമോൺ. ഞാനിപ്പം എൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കണേ. 3, 4, 7 പൂടുള്ള ഇവന്റെ ട്രിമ്മറേ. ഇവൻ ട്രിമ്മർ കൊണ്ട് തന്നിട്ടാ ഞാൻ ഇത്ര മടിച്ച് നോക്കെ. ഇവനത് വെച്ച് എന്ത് ചെയ്യുന്നു ഡെയിലി? അർഫാനെ ഇതുപോലെ ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നടാ. അതിനുശേഷമാണ് ഇതൊക്കെ കിളിർത്തത്. പ്രായം തെറ്റിട്ടാ കിളിർത്തതേ ഉള്ളൂ. സമയത്തൊന്നും കിളിർത്തിട്ടില്ല. ആ ചേച്ചി മാറിക്കേ. അപ്പോൾ നമ്മുടെ യാത്ര തിരിച്ചിരിക്കുന്നു ഗൈസ്. ഇനി എണ്ണ അടിക്കണം. നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം നോക്കണം. ഭയങ്കര അർഹതപ്പെട്ട ആരെങ്കിലും ഒക്കെ ഇരിപ്പുണ്ടോന്ന് ഉണ്ടെങ്കിൽ ചാടി ഇറങ്ങുന്നു, കണ്ടന്റ് പോകുന്നു. അതെങ്ങനെയുണ്ട്? ഏടാ നമ്മളിത് പോകുന്ന വഴിക്ക് മൊത്തം നമ്മൾ നോക്കാൻ പോവാണ്. വഴിയരികിൽ കച്ചവടം ചെയ്യുന്നതോ, പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചാടി ഇറങ്ങി അവർക്ക് എന്ത് കൊടുക്കും? മണി ബോക്സ്. ഇനി മണി ബോക്സ് കൊടുക്കാൻ അവർ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചലഞ്ച് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? അത് കാണുന്നു. എന്ത് രസോടെ കാണാൻ. ഉയ്യോ ഗൈസ്, ഞങ്ങളുടെ കൊല്ലം ശക്തികുളങ്ങരയിലെ കാഴ്ചകൾ ഗൈസ്. ശരിക്കും പാലം വന്നുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ശരിക്കും ആ സീൻ കാണേണ്ട സീനാണ് കേട്ടോ. അടിപൊളിയാണ്. പരുന്നുകളൊക്കെ പറഞ്ഞ സീനുണ്ട്.
ഇവിടെ ഡോൾഫിൻ ചാടൂടാ ഇങ്ങനെ ഇവിടെ ഡോൾഫിൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കൊച്ചില്. ഷാർക്കായിരിക്കും. ഷാർക്കൊന്നും അല്ല, ഡോൾഫിൻ തന്നെ വേറൊരു സ്പീഷീസ് ഉണ്ട്. ഈ ഇവിടെ വന്ന് നിന്നാ കണ്ട ഇപ്പൊ കാണാൻ പറ്റത്തില്ല അല്ലേ? ഇപ്പൊ കാണാൻ പറ്റുമോ? ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ സൂപ്പർ എല്ലാ കാര്യങ്ങളും അറിയണം. എന്റെ ഏട്ടൻ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ. അപ്പൊ ചേട്ടായി മറക്കരുത്, എന്തായാലും വരണേ. ചേട്ടായി എന്റെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ചേട്ടായി മറക്കരുത്, എന്തായാലും വരണോട്ടാ. തീർച്ചയായിട്ടും ഞാൻ അതുകൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ശരിക്കും ഞാൻ ഇറങ്ങിയത്. എനിക്ക് അവിടുത്തെ സ്ഥലങ്ങളൊന്നും വലിയ പിടുത്തമില്ല, എന്നാലും ഒരു പ്രശ്നമില്ല ചേട്ടായി, ധൈര്യമായിട്ട് വന്നോളൂ, നമ്മൾ എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും ഇൻഷാല്ലാ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ ചേട്ടാ. ഓക്കെ, ഒരുപാട് സന്തോഷം. ബ്രോ, ഇപ്പം മലപ്പുറം പോകുന്നത് ഫോക്കസ് മോട്ടോഴ്സിന്റെ ഷൂട്ട് റിലേറ്റഡ് ആണ്. ഫോക്കസ് മോട്ടോഴ്സിന്റെ GM ആയിട്ടുള്ള ആളുടെ അനിയനാണ് ഇപ്പൊ വിളിച്ച് സംസാരിച്ചത്. ആളും ആളുടെ അമ്മയൊക്കെ നമ്മുടെ വീഡിയോസ് ഭയങ്കരമായിട്ട് കാണുന്ന ആളുകളാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. ഇതിൽ ഒരു സ്പോട്ട് കിട്ടി മക്കളെ. അർഫാനെ വാടാ, കടി തിന്നാടാ, ചായയും കടിയും. യെസ്, കൊള്ളാല്ലേ? ചായയുണ്ട്, കടിയുണ്ട്. എന്നാണ് വിശേഷം? പേര് ശരത്ത്. ഓക്കെ ശരത്ത്, എന്താ സ്പെഷ്യല്? കുറെ സാധനം ഉണ്ട് ഗൈസ്. ഏത് കുടിക്കണം? അല്ല, നമുക്ക് ഏലക്ക ഇട്ടൊരു ചായ കുടിക്കാം അല്ലേ? ഏലക്ക ഇട്ടൊരു ചായ അടിപൊളിയായിരിക്കും. ഏലക്ക ഇട്ടൊരു ചായ ആവട്ടെ. എന്ത് പൈസ ഒന്നില്ലേ? നിനക്ക് എന്താ വേണ്ടേ? ഏലക്കിട്ട ചായ. അപ്പൊ 2 ഏലക്കിട്ട ചായ ഗൈസ്. ഞങ്ങളങ്ങനെ ആലപ്പുഴ വണ്ടാനത്ത് എത്തിയിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ഒരു കിടിലൻ സ്പോട്ട് കണ്ട് ഗൈസ് നിർത്തി. മുളയൊക്കെ ഉണ്ട് ഗൈസ്, ഇരുന്ന് ചായ കുടിക്കാം. കുറേ വെറൈറ്റി കടികളൊക്കെ ഉണ്ട്. കമോൺ സിറ്റ്. ശരത് ബ്രോ, കടി എന്തോ സ്പെഷ്യൽ? മീറ്റ് റോളാ? നമുക്ക് നോക്കിയിട്ട് വരാം. ഇത് കട്ട്ലറ്റ് അല്ലേ? ചിക്കൻ കട്ട്ലറ്റ് ആണോ ഇത്? മീറ്റ് റോള്, ബ്രെഡ് പോക്കറ്റ്. എനിക്ക് കട്ട്ലറ്റ്. ബാക്കി ഇനി ഉണ്ടായിരുന്ന സാധനം. കട കൊള്ളാം കേട്ടോ, വേറെ ലെവല് കടയാണ്. യെസ്. നിനക്കെന്താ വേണ്ടേ? മീറ്റ് റോളാ? റോളല്ലേ? ഒരു റോൾ കൊടുത്താ ബ്രോ, എന്നിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. അവ ഇറങ്ങിയില്ലേ? ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് കേട്ടോ. അല്ലേ? സ്പോട്ട് കണ്ടോ? കിഡ്ലൻ സ്പോട്ട് അല്ലേ? ഗൈസ് നോക്ക് ഗൈസ്, സ്പെഷ്യൽ ചായകളുണ്ട്, കോഫി. ഹായ് പറ. നല്ല ഏലക്ക ചായ കിട്ടിയിട്ടുണ്ട് മക്കളെ. നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല വെട്ടം. ഏലക്ക ചായ കൊള്ളാം. നമ്മൾ വീട്ടിലൊക്കെ ഏലക്ക ഇട്ട് ചായ കുടിക്കത്തില്ല, അതെന്നാണ് സാധനം. എങ്ങനെയുണ്ട്? നല്ല കാർമേഘമുണ്ട്. മഴ പെയ്തായിരുന്നെങ്കിൽ പൊളിയായിരുന്നേനെ. ഇതാണ് നമ്മൾ ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്. ശരിക്കും നല്ലൊരു ബിസിനസ് ഐഡിയ തന്നെ കേട്ടോ. അതാ ഞാൻ ഇരിക്കുന്ന സ്ഥലം കണ്ടോ, മുളയാണ്. കട നോക്കിയേ, കുഞ്ഞിക്കട. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ഗൈസ്. നമ്മൾ വീട്ടിൽ വൈകുന്നേരം വെറുതെ ഇരിക്കുന്ന സമയം മതി, ഇതുപോലെ ഒരു ചെറിയ സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് ചായയൊക്കെ വെച്ച് കുറച്ച് കടികളൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് അല്ലേ? കാണാം. ഒരുപാട് സന്തോഷം എനിക്ക് കണ്ടതിൽ. പേര് ശരത് എന്നല്ലേ? ശരത്. ഓക്കെ. സ്വന്തം കടയാണോ? അടിപൊളി. ഇവിടെ വണ്ടാനം. ബാ ഗൈസ്, അങ്ങനെ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് എത്തിയില്ല, അതിന് മുമ്പാണ് നമ്മുടെ ശരത്തിൻ്റെ കട. ടീ ആൻഡ് ലേക്ക് എന്നാണ് ഗൈസ് കടയുടെ പേര്. അവിടെ കയറിയാണ് നമ്മൾ ചായ കുടിച്ചേക്കുന്നത്. ശരത്ത് ആലപ്പുഴക്കാരനാണ്. ഷെറിൻ, 2 പേരാണ് അല്ലേ? ശരി, അടിപൊളി. അപ്പൊ എല്ലാരും പോകുന്ന വഴിക്ക് ചെക്കൻ്റെ കടയിൽ കയറിയിട്ട് ചായ കുടിക്കുക. കുറെ കടികളൊക്കെ ഉണ്ട് ഗൈസ്, ട്രൈ ഔട്ട് ചെയ്യുക കേട്ടോ. കിടിലൻ സ്പോട്ടാണ്. അതായത് നല്ല ബാമ്പു ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇരിക്കാനും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നമ്മൾ താഴെ കാണുന്ന ആലപ്പിയുടെ ബൈപ്പാസ് റോഡിൽ കൂടെ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. താഴെ ആലപ്പി ബീച്ചാണ് ലെഫ്റ്റ് സൈഡിൽ. അതിന്റെ വ്യൂ ആണ് നേരത്തെ നിങ്ങൾ കണ്ടാൽ. ശരിക്കും നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര വ്യൂ, അടിപൊളി സൺസെറ്റ്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ കണ്ടില്ല, ഒരു കുഞ്ഞൊക്കെ സൺറൂഫിൽ എണ്ണീറ്റ് കണ്ടോണ്ടിരിക്കുക. കിട്ടുന്ന വ്യൂ ആണ് കേട്ടോ. പറന്ന് വരും മനുഷ്യൻ. എയറോപ്ലെയിനൊക്കെ മാറി. ഇതാ
പോയി ഇങ്ങനെ കാറ്റടിക്കത്തില്ല പക്ഷേ ഇവിടോ ബുദ്ധിമാനെ. രണ്ട് പേരല്ലേ അണ്ണാ? അതെ കറക്റ്റാ. ഇത് ജീവൻ പോന്ന നീല്. ഓക്കെ ആണോ? ഞാറടി എന്തിനും ചുമ്മാ. പിന്നല്ല എന്താ അർഫാന് നമ്മളൊരു ചലഞ്ച് കൊടുക്കുന്നവരും കേസ് ഇതിനകത്ത് കേട്ടുന്ന ചലഞ്ച്. ഇവനെ കൊണ്ട് വ്ളോഗ് എടുക്കാൻ പറഞ്ഞത് ഇപ്പൊ മെനക്കേടാവത്തട്ടല്ലോ ദൈവമേ. കണ്ണാടി ഇല്ല, മുടി കിട്ടിയിട്ടില്ല ഗൈസ്. വീണ്ടും ഒരു പമ്പിൽ നിർത്തി ഗൈസ്. മൂത്രം ഒഴിക്കാൻ പോയിരിക്കണം. നിനക്ക് മൂത്രം ഒഴിക്കണം അർഫാനെ? കുറച്ച് കഴിയട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് ബോറടിക്കുന്നു ഗൈസ്. എനിക്ക് എപ്പോഴും കുറച്ച് ആളുകളൊക്കെ കാണും ഗൈസ്. എനിക്ക് ഈ പബ്ലിക്കിൽ പോയി എല്ലാവരെയും കണ്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ലെ ഇപ്പോൾ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, പയ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു സോളോ വ്ളോഗ് എടുത്തിട്ട് ഒരു സുഖം വരുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് ആ സുഖം വരുന്നുണ്ടോ? അർഫാന് സുഖം വരുന്നുണ്ടോ? അർഫാന് പിന്നെ സുഖം വരുന്നുണ്ട് ഗൈസ്. എനിക്കുള്ളൂ സുഖം വരാത്തത്. പക്ഷെ എനിക്കിനി ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇച്ചിരി സുഖം വരുമായിരിക്കും. നല്ല മഴക്കോളുണ്ട് ഗൈസാ. ഓ കണ്ട എൻ്റെ മോനെ, മഴക്കോളിൻ്റെ കളിയാണ്. അപ്പോൾ പോവാം, സമയമില്ല. ഇനി എത്രയും പെട്ടെന്ന് എറണാകുളം പിടിക്കണം ഗൈസ്. പാപ്പ മൂടൊക്കെ പിടിച്ചിങ്ങനെ വരികയായിരുന്നു ഗൈസ്. അപ്പോഴാണ് അർഫാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരി നമുക്ക് തരുന്നത്. അർഫാനെ എറണാ മുന്തിരിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേ മുന്തിരി ഇടാൻ നോക്കട്ടെ ഗൈസ്. ആദ്യമായിട്ടാണ് ഗൈസ് വർക്ക് ട്രാവലിൽ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും, ഞാൻ പറഞ്ഞതാണ് ഇൻട്രൊഡക്ഷനിൽ, പക്ഷെ എന്നാലും ഞാൻ പറയുമോ ഇങ്ങനെ തിന്ന് പോകുന്നത്. കഴിയോ? കഴി വൃത്തിയാക്കി ഉമ്മ കൊടുത്തു വിട്ടതാ അല്ലേ? മുന്തിരി തളർത്ത നാളുകൾ. ഈ മുന്തിരിക്ക് എന്താ ഒരു ഷേപ്പ്, വേറൊരു ഷേപ്പ് നോക്കി. മുന്തിരി ഗൈസ്. താങ്ക് യു അർഫാൻ്റെ ഉമ്മയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങൾക്ക് മുന്തിരി തന്നു വിട്ടതിന്. ഇനി ഇതുപോലത്തെ ട്രിപ്പുകളിൽ പല പല സാധനങ്ങൾ കൊടുത്തു വിടുക. ഞാനൊരു പറ്റി തുടങ്ങും ഒരു കടയിൽ. പറ്റി നീ തുടങ്ങിക്കോ, പക്ഷെ എന്റെ പേര് മാത്രം പറയുന്നത്. അതില്ല ഗൈസ്, അങ്ങനെ ഇത്രയും നേരം തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരുന്നത്. അവൻ ബാക്കി ഇരുന്നുകൊണ്ട് ആണ് എടുത്തത് ഗൈസ്. അപ്പം ഇപ്പോഴാണ് ഞങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു ഗ്ലാസ്സിൽ ഒട്ടിക്കുന്നത്. എന്റെ പണി കുറഞ്ഞു ഗൈസ്. അതെ, ശബ്ദം കിട്ടാ. ഫൈനലി ഞങ്ങൾ സെറ്റ് ചെയ്തു ഗൈസ്. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ കിട്ടും ഗൈസ്. ഇനി നമുക്ക് എടാ എനിക്ക് 2 ദിവസമായിട്ട് താടി ചൊറിയാണ് ഗൈസ്. എന്താണെന്നറിയില്ല. എനിക്ക് ടോൾ എത്താറായി ഗൈസ്. നമ്മളെ ടോളിന് ഒരു പ്രത്യേകത ഉണ്ട്. വെറും 15 രൂപ ആവത്തുള്ളൂ ഗൈസ്. കേരളത്തിൽ എവിടെയും, കേരളം മാത്രമല്ല ഓൾ ഇന്ത്യ പോലെ നമുക്ക് 15 രൂപയ്ക്ക് ഓൾ ഇന്ത്യ പോകാം ഗൈസ്. നമ്മൾ കഴിഞ്ഞ വട്ടം ട്രാവൽ ചെയ്ത സമയത്ത് ടോള് കൊടുത്ത് മുടിഞ്ഞപ്പം ഇവൻ കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഗൈസ്. അതിന്റെ പേരെന്തോ സ്വച്ഛ് ഭാരതോ? അല്ല, ഭാരതോ ഊളത്തര പറയാ ഗൈസ്. അതല്ല, ഇതിനകത്തില്ല. അത് നൈസാണ് ഗൈസ്, സംഭവം അടിപൊളിയാണ്. അത് ചെയ്താൽ പിന്നെ നമുക്ക് എത്രയോ ടോള് 10-250 ടോളെങ്ങാണ്ട് വെറും 15 രൂപയ്ക്ക് പോകാൻ കഴിച്ചു. ഭയങ്കര ലാഭമാണ്. അത് നമ്മൾ ചെയ്തു. കണ്ട, ഇപ്പൊ ഞാൻ ടോൾ ഇങ്ങനെ കൈ വെച്ചേക്കാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിലേക്കൂടെ ജസ്റ്റ് കയറി പോകും. നമ്മുടെ ടോള് വെറും 15 രൂപയ്ക്ക് നമ്മൾ ടോള് കഴിഞ്ഞിരിക്കുന്നു. എറണാകുളത്ത് കടുത്ത ബ്ലോക്കിൽ പെട്ടിട്ട് ഒരു 10 മിനിറ്റ് എങ്ങാണ്ടായി. ഇതുവരെ ബ്ലോക്ക് മാറിയിട്ടില്ല. അതൊക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇനി 1 മണിക്കൂറൂടെ ഉള്ളു ഗൈസ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട്. വരുന്ന വഴിക്ക് നമുക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തുണ്ടെന്ന് അറിയത്തില്ല, എന്തെങ്കിലും കഴിക്കാം, വിശക്കുന്നു. വാ ഗൈസ്, കട കണ്ടിട്ട് ഇവിടെ കുറച്ച് ഷവർമയും ഷവായും അൽഫാമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കടയിൽ വന്നിട്ട് കുറച്ച് നേരമായി ഗൈസ്. ആരും വരുന്നില്ല ഗൈസ് ഓർഡർ എടുക്കാൻ ആരെങ്കിലും വായോ. വിശന്ന് പൊരിയുന്നു. സത്യം പറഞ്ഞാൽ വിശന്ന് പണ്ടാറ് തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കഴിച്ചതിന് ശേഷം പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ കുടിച്ച ചായയും ആ കട്ട്ലറ്റും മാത്രമേ ഉള്ളൂ ഗൈസ്. അല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല ഇത്ര നേരമായിട്ട്. അപ്പോൾ ആദ്യം തന്നെ എന്തെങ്കിലും കഴിക്കണം ഗൈസ്. അപ്പം എനിക്ക് തോന്നുന്നേ ഞാൻ ഒരു അൽഫാം കഴിക്കാം. ചിക്കനാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഞാൻ അൽഫാം കഴിക്കാൻ പോകും. 2 ഹണി, ക്വാർട്ടർ ഹണി, പിന്നെ അവനൊരു ചിക്കൻ ഫ്രൈ ബിരിയാണി. അത് മതി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഹണി അൽഫാം വന്നിട്ടുണ്ട്. റിവ്യൂ വരാനൊന്നും സമയമില്ല, ഭയങ്കര വിശപ്പാണ്.
നോട്ട് ബാഡ് ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ തല ഏതാന്ന് പോലും അറിയില്ല. നമ്മുടെ ഒരു ഫോളോവറിനെ കണ്ടിട്ടുണ്ട്. ഫാമിലിയാണ് ഗൈസ്, അവരെ കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ വ്ളോഗ് അവർ കാണുകയാണെങ്കിൽ നിങ്ങൾക്കാണ് ഞാനിപ്പോൾ തന്ന ഹായ്. അപ്പോൾ കഴിച്ചിട്ട് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഒരു കിടിലൻ സാധനം കിട്ടി ഗൈസ്, പാസ്. ഞാൻ ശരിക്കും വിചാരിച്ച ചോക്ലേറ്റ് ആയിരിക്കും. പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴും കൊച്ചുനാളിലൊക്കെ പാസ് ഇഷ്ടം പോലെ കഴിക്കും. പക്ഷേ ആ പാസിൻ്റെ പുതിയൊരു സാധനം എന്താണെന്ന് നോക്കാം. നീ കണ്ടിട്ടുണ്ടോടാ ഇത്? നമ്മുടെ അവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ലല്ലേ? പണ്ട് ചെറിയൊരു പാക്കറ്റിൽ 1 രൂപയ്ക്ക് വെച്ചോണ്ടിരുന്ന സാധനം നോക്കി ഇപ്പം കിറ്റ്കാറ്റ് അല്ല, ഇത് ഡബ്ബിയാണ്. ടിക് ടാക്ക് പോലെ അല്ലേ? ഇവിടെ ഇപ്പോൾ ഹെവി. മണം നോക്ക്, പുളിയല്ലേ? അപ്പോൾ ഇത് നീ കഴിച്ചിട്ടില്ലേ ഗൈസ്? പാസ് കഴിക്കാത്ത ഇവൻ. എൻ്റെ കൈ കാണിച്ച ഗൈസ്, ഇതാണ് സാധനം. എന്താ കൈയാണ്? ഉണ്ട് ഗൈസ്. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അപ്പൂപ്പന്മാർ മുറുക്കാൻ ചോദിക്കുന്ന പോലെ ഇതൊക്കെ എടുത്തിട്ടാ ഇങ്ങനെയൊക്കെ ചവച്ചടക്കുമായിരുന്നു. ആ പഴയ അതേ പാസ് ഗൈസ്, അടിപൊളി. അപ്പം ഇനി 1 hour ഡ്രൈവ് ഉണ്ട് നമുക്ക്. നേരെ പോകേണ്ടത് പെരിന്തൽമണ്ണ. അപ്പോൾ പെരിന്തൽമണ്ണയിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്. നാളെ ആരെങ്കിലുമൊക്കെ റാൻഡമായിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കും. കുറേ കണ്ടൻസ് കൊടുക്കണം, മണി ബോക്സ് കൊടുക്കണം. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഫൈനലി റൂമിലെത്തി കേട്ടോ. സമയം 12:15 നമ്മൾ ഫുഡ് കഴിച്ച ടൈമും കൂടെ ടാലി ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10-20 മിനിറ്റ് നമുക്ക് ഡിലേ ആയി ഗൈസ്. റൂമിലെത്തി. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം, കിടന്നുറങ്ങണം. നല്ല ഉറക്ക ക്ഷീണമുണ്ട്. കൊല്ലത്തിന് ഇവിടെ വരെ ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ അതുകൊണ്ട് നടുവൊക്കെ പട്ടമാണ് ഗൈസ്. അപ്പോൾ നോക്ക്, എൻ്റെ പെട്ടി നോക്ക്, വെൽ പാക്ഡ് ആണ് ഗൈസ്. നമ്മൾ 2 ദിവസത്തേക്ക് എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് സെറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. സോറി, 2 ഗൈസ്, 5 ദിവസമാണ് ഗൈസ്. അർഫാനെ ഓക്കെ അല്ലേ? എന്താണ് ഓക്കെ? എല്ലാം ഓക്കെയാണ് ഗൈസ്. അപ്പോൾ നാളെ ഇപ്പോൾ പെരിന്തൽമണ്ണയിലാണ് ഉള്ളത്. അപ്പം നാളെ പെരിന്തൽമണ്ണ ഉണ്ടാവും. അവിടുന്ന് മലപ്പുറം പല സൈറ്റുകളിലുണ്ടാവും. സോ മലപ്പുറംകാരെ കാണാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ആൻഡ് ഐ മിസ് ഡോൾസ് ആൻഡ് പാത്തു. ആരോ വന്ന് ഗൈസ്, നോക്കട്ടെ. എവിടെ ചെന്നാലും നമ്മൾ ID കൊടുക്കണം. അപ്പോൾ അതാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നാളെ ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുക, അടുത്ത 4 ദിവസത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പറ്റുന്ന പോലെ എൻ്റെ വ്ളോഗുകളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.